ഹായ് നമസ്കാരം, എൻ്റെ പേര് സിജു മാനുവൽ, ഗ്രേസ് എന്റർപ്രൈസസ് തിരുവഞ്ചൂർ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എല്ലാം പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സ്റ്റീൽ ഡോർസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ഡോറുകൾ കസ്റ്റമറുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നു, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടഡ് ഡോറുകൾ കിൻസ എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് 2 ബ്രാൻഡ് കൂടെ നമുക്ക് മാർക്കറ്റിലുണ്ട്. ഫ്യൂസിയം എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, കെല്ല് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ഉണ്ട്. ഇതാണ് അവർ മെയിനായിട്ട് ഈ 3 ബ്രാൻഡുകളാണ് നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് കൂടുതൽ ഈ സ്റ്റീൽ ഡോർസ്, ഇമ്പോർട്ടഡ് ഡോറുകൾ നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം സേഫ്റ്റിയും ഡ്യൂറബിലിറ്റിയാണ്. ഇങ്ങനെ 2 കാരണങ്ങളാണ് മെയിനായിട്ട് എല്ലാവരും ഇതിലോട്ട് പോകാനുള്ള കാരണം. പിന്നെ ഡോർസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമുക്കതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മൾട്ടി ലോക്ക് സിസ്റ്റം ഈ ഡോറുകൾക്കുണ്ട്. ഞാനത് പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ല, ഒരുപാട് വീഡിയോകളിൽ നമുക്ക് യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ മൾട്ടി ലോക്ക് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് പെട്ടെന്ന് ഒരു കള്ളന് അകത്ത് നമുക്ക് തുറന്നു കയറാൻ പറ്റില്ല. എന്ന് പറഞ്ഞ് ഒരിക്കലും കള്ളൻ കയറുവേല എന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അങ്ങനെയല്ല, അതിന്റെ മാർക്കറ്റ് അങ്ങനെയല്ല. അപ്പൊ അതിനെ ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് കയറി ഉള്ളിൽ നമുക്ക് അതിനെ ഇടിച്ചു പൊളിച്ച് കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് വരില്ല. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്റ്റീൽ ഡോറുകൾ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ നമ്മൾ സ്റ്റീൽ ഡോർ വിൽക്കുന്ന സമയത്ത് പല കാരണങ്ങളും സ്റ്റീൽ ഡോർ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റീൽ ഡോർ കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ സേഫ്റ്റിയാണ്. രണ്ടാമത് അവരുടെ ഭാഗത്തുനിന്നും കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഇത് കണ്ടിന്യൂസ് വെയിലും മഴയും കൊള്ളുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു കാരണവശാലും ഇമ്പോർട്ടഡ് സ്റ്റീൽ ഡോറുകൾ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അവിടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഡോറുകൾ വേറെ അവൈലബിൾ ആണ്. ഒരു കാരണം നമ്മൾ എന്ത് കണ്ടിന്യൂസ്, ഇപ്പൊ തടിയാണേലും മാർക്കറ്റിലെ എല്ലാ പ്രോഡക്റ്റുകളും വെയിലും മഴയും കണ്ടിന്യൂസ് കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ കളർ ഫെയ്ഡ് ആവും. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന്. അതുപോലെ തന്നെ അടിപ്പടിയുടെ ഒരു കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യകാലങ്ങളിൽ സ്റ്റീൽ ഡോർ ഇറങ്ങിയ കാലങ്ങളിൽ അടിപ്പടി എല്ലാവരും SS-ലാണ് ചെയ്തുകൊണ്ടിരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നീട് അത് മാറിയിട്ട് പല GI-ലോട്ടൊക്കെ മാറി. അതിപ്പം യൂട്യൂബിലൊക്കെ പലയിടത്തും സ്റ്റീൽ ഡോറിന് കംപ്ലൈന്റുകൾ വരുന്നുണ്ട്, തുരുമ്പ് പിടിക്കുന്നു. ആ സ്ഥാനത്ത് പണ്ട് നമ്മൾ ചെയ്തിരുന്ന SS-ന്റെ അടിപ്പടിയുള്ള ഡോറുകൾക്കൊന്നും തുരുമ്പുകളില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കസ്റ്റമർക്ക് കംപ്ലൈന്റുകൾ വന്നു, അടിപ്പടി ഇങ്ങനെ SS-ലിരിക്കുമ്പം ആൾക്കാർ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അത് സ്റ്റീലാന്ന് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് കമ്പനികൾ പലരും SS മാറിയിട്ട് പല വേറെ ഷീറ്റിലോട്ട് തന്നെ, GI ഷീറ്റിലോട്ട് തന്നെ, ഇപ്പൊ GL-ഒക്കെ ആയിട്ടുണ്ട്, അതിലോട്ടൊക്കെ മാറാൻ ഉള്ള കാരണം അതാണ്. പക്ഷെ കിൻസ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോഴും അടിപ്പടി SS തന്നെയാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അതിന്റെ മേളിൽ അവർ ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടിപ്പടിക്ക് കമ്പനി ഒരു കാരണവശാലും വാറണ്ടി കൊടുക്കുന്നുമില്ല. അത് ഭാവിയിൽ നമ്മൾ ഉപയോഗിച്ച് നടന്നു കഴിയുമ്പോൾ പെയിന്റ് പോകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നോട്, അദ്ദേഹത്തിന്റെ ഒരു ബിൽഡറാണ്, അദ്ദേഹത്തിന്റെ വീടുകളിൽ നേരത്തെ കിൻസായുടെ ഡോറുകൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, നമ്മൾ അടിപ്പടി ഇങ്ങനെ സാറേ പെയിന്റ് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ അത് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, സിജു അത് അങ്ങനെ പോകത്തില്ല, പെയിന്റ് പോകുമെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ അതിന്റെ പുറത്ത് PU ക്ലിയർ അടിച്ചിടുവാണെങ്കിൽ പെയിന്റ് കുറച്ചാളൂടെ ലാസ്റ്റ് ചെയ്യും. കിൻസായ ഡോർ നല്ല ഡോറാണ് എന്നൊരു അഭിപ്രായം എനിക്ക് കേൾക്കാനൊരു സാഹചര്യം ഉണ്ടായി. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പ്രോഡക്റ്റിന്റെ ഒരു നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു വെയിറ്റും. ഇത് 18 ഗേജിലും 16 ഗേജിലും പ്രോഡക്റ്റ് അവൈലബിലിറ്റിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കണ്ടിന്യൂസ് വെയിലും മഴയും കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്റ്റീൽ ഡോറിന് പെയിന്റിങ്ങിന്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞത്. അത് ഞാനെന്നല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് നമ്മളിപ്പം നേരത്തെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന് നമ്മൾ ഒന്നെങ്കിൽ നമ്മളൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും വെയിലും മഴയും കൊള്ളാത്ത രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ഒരു ക്ലിയറും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പുതുമ എപ്പോഴും നമുക്ക് നിലനിർത്താനായിട്ട് ഇതിനെ സാധിക്കും. പിന്നെ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹിഞ്ചസ് വരുന്ന കാര്യങ്ങളെ, ഇതിന്റെ ലോക്കിംഗ് മെക്കാനിസം വരുന്ന സ്ഥലങ്ങളെ, അവിടെയൊക്കെ നമ്മൾ ലൂബ്രിക്കന്റ് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് എപ്പോഴും നമ്മളിപ്പോ ഒരു ഡീലറോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു ഡോറ് കൊണ്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം,
ആ ഉത്തരവാദിത്വം എന്ന് പറയാൻ നമുക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളിപ്പം ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മളൊരു വാഹനം ആയിക്കോട്ടെ, എന്ത് പ്രോഡക്റ്റ് മേടിച്ചാലും നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രോഡക്റ്റിനെയും നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ മുമ്പേ പറഞ്ഞ പോലെ ഈ സേഫ്റ്റി മാത്രമല്ല ഡ്യൂറബിലിറ്റിയും കൂടെ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ സ്റ്റീൽ ഡോർ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് 2-3 കാറ്റഗറിയിലുണ്ട് ഡോർസ്. അതായത് ലക്ഷറി ഉണ്ട്, സെമി ലക്ഷറി ഉണ്ട്, പിന്നെ നോർമൽ രീതിയിലുണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റ്സ് അനുസരിച്ച് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ അവസാനിപ്പിക്കുവാണേ. അപ്പം എല്ലാം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ എന്തെങ്കിലും ഈ സ്റ്റീൽ ഡോർസിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെയുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.